ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ ഉള്ളതാണ്. സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മയില്ലാത്ത ആദ്യത്തെ വിഷുവാണിത്. സന്തോഷവും പറഞ്ഞാൽ പ്രശാന്തേട്ടൻ്റെ വീട്ടിൽ എൻ്റെ ഐറേൻ്റെ ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തലേ ദിവസം തുടങ്ങി. അപ്പമൊക്കെ ഉണ്ടാക്കി, അതുപോലെ ഞാൻ പൊലച്ചൊക്കെ എണീച്ച് കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തെ ഐറ ബീബി എൻ്റെ കൂടെ എണീച്ചു വന്നു. അപ്പോൾ അവളെ കുറച്ച് റെഡിയാക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ടു സുന്ദരിയാക്കി. ഇപ്പം കുറച്ചായിട്ട് ഒരുങ്ങാന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര കോപ്പറേറ്റീവാണ്. എനിക്കിങ്ങനെ അനുസരണയോടെ നിന്നൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ പൊട്ടൊക്കെ വെച്ചു, കണ്ണൊക്കെ എഴുതി, അതുപോലെ അവളുടെ അച്ചമ്മയ്ക്ക് ഒരു പൊട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും പോയി കിടന്നുറങ്ങി. ഞാൻ രാവിലെ പുലച്ചയ്ക്ക് 3 മണിക്ക് എണീച്ച് വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ ഒരുക്കി. അങ്ങനെ അച്ഛനെ വിളിക്കാൻ പോയി. അച്ഛൻ വന്ന് കണിയൊക്കെ കണ്ടു. ദെൻ അമ്മേനെ വിളിച്ചു. അമ്മയും വന്ന് കണിയൊക്കെ കണ്ടു. നിത്തു ആ സമയത്ത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ അപ്പം ഉറങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അവളെ വിളിച്ചില്ല. അങ്ങനെ അച്ഛന് ഞാൻ കൈനീട്ടൊക്കെ കൊടുത്തു. അച്ഛൻ അതുപോലെ എനിക്കും അമ്മയ്ക്കും കൈനീട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നിത്തു എണീറ്റു. ആൾ എണീറ്റപ്പോൾ തന്നെ ചെറിയച്ചൻ വന്ന് കൈനീട്ടൊക്കെ കൊടുത്തിട്ട് പോയി. പിന്നെ അച്ഛനൊരു ഗോൾഡിൻ്റെ ചെയിനും കൈനീട്ടവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അവളുടെ വിഷു. പാലക്കാട് സൈഡിലേക്കൊക്കെ രാവിലെ തന്നെ ഇങ്ങനൊരു കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുക. ദെൻ ഞാൻ എന്നെക്കൊണ്ടാകുന്ന പോലെ ഒരു സദ്യയൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ എൻ്റെ ഐറ്റംസൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് അച്ഛൻ ചക്കയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ചക്കയൊക്കെ കഴിച്ചു. അങ്ങനെ പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ ചെറിയച്ഛൻ്റെ അടുത്ത് പോയി. നീതേച്ചി കാലിന് ചെറിയൊരു ഫ്രാക്ചറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. എല്ലാവരും കൂടെ കുറച്ച് കഥയൊക്കെ പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി നിത്തുവിന് സദ്യയൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ. സീ യു.